ഹലോ ഹൽഗൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്ത് തുറന്ന ലക്ഷണങ്ങളായിരുന്നു കേട്ടോ. അത് രാവിലെ പെയ്ത മഴയാണോ രാത്രി പെയ്ത മഴയാണോ എന്നറിയില്ല. എന്തായാലും മുറ്റം നിറയല്ല, കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. കാർമേഘം മൂടിയിട്ടുള്ള മേഘങ്ങളായതുകൊണ്ട് തന്നെ വലിയൊരു മഴ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് നേരത്തെ എണീറ്റു കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 7 മണിക്ക് ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റു. ഡോണാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഞാൻ എണീക്കാൻ കാരണം ഇവളുണ്ടോ, ഇവളുടെ കൂട്ടുകാരത്തിയുടെ കല്യാണമെന്നും പറഞ്ഞിട്ട് പാർലറിൽ പോകണമെന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കിയതാണ്. അങ്ങനെ ഈതപ്പനൊക്കെ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു കുഞ്ഞു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിട്ട് പൂവ് തപ്പി ഇറങ്ങിക്കാണ്ട് ഞങ്ങളുടെ മുറ്റത്ത് ഒരു പൂ പോയിട്ട് ഒരു പൂന്തളിര് പോലും ഇല്ല. കുറേ ഇലച്ചെടികളാണ് കേട്ടോ ഉള്ളത്. ഇലയെങ്കിൽ ഇല ഇങ്ങനെ നുറുക്കി കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ ഇങ്ങനെ ചുറ്റിനിടാലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ഇലകൾ വറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡോണി ഇതൊന്നും ആസ്വദിക്കാനായിട്ടുള്ള പ്രായമായിട്ടില്ല. സത്യത്തിൽ ഞങ്ങൾ പൂക്കൾ ഇടണ്ടെന്നാണ് വിചാരിച്ചത്. കാര്യം ഞങ്ങൾ സിറ്റ് ഔട്ടിലാണ് പൂക്കൾ ഇടാറുള്ളത്. അവിടെയാണെന്നുണ്ടെങ്കിൽ പണി നടക്കണ തന്നെ സിമെൻറ്റ് ചാക്കും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളത് ഒഴിവാക്കിയ കേസായിരുന്നു. പക്ഷേ ഇതപ്പൻ്റെ സന്തോഷമാണല്ലോ ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്തു. അപ്പോൾ ഡോണാണെങ്കിൽ അപ്പാപ്പയുടെ കൂടെ സർക്കിറ്റ് അടിച്ചുകൊണ്ട് കിടക്കാണ്ട് അവൻ അത് മതി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എല്ലാ പള്ളിക്കാരുടെ റബ്ബറും തോട്ടം. നല്ല ആ പുല്ലൊക്കെ പറിച്ചറിഞ്ഞ് നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ആ ഹരിതാപവും പച്ചപ്പും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താവട്ടെ, അത് പുല്ലല്ലേ, താനെ മുളച്ചോളൂല്ലോ. അങ്ങനെ എഴുതപ്പൻ ഐശുമ്മയുടെ പിന്നാലെ ഇങ്ങനെ നടക്കാണ് കേട്ടോ. പൂക്കൾ തപ്പിയിട്ട് അങ്ങനെ ചെറിയൊരു മുക്കുറ്റി പോലത്തെ പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, കൊച്ചിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കുഞ്ഞു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിട്ട് ഐശു അതിന് മുൻകൈ. ഐശു ആണ് സാധാരണ മുൻകൈ. പണ്ടായാലും, അതായത് ഞാനൊക്കെ കല്യാണത്തിന് മുമ്പായാലും ഇപ്പോഴായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കാനായിട്ട് ഐശുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ അതിന് മുൻകൈ എടുത്ത് ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ 3 പിള്ളേരാണ് ഉള്ളത്. ഒന്ന് എൻ്റെ 2 മക്കളും പിന്നെ ഒന്ന് ഐശുവാണ് കേട്ടോ. ഒക്കെ കണക്ക് തന്നെയാണ്, ഈ 3 കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഈ പൂക്കളം എത്ര നേരത്തേക്ക് ഉണ്ടാവും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ പൂക്കൾ പൊട്ടിക്കാം എന്ന് പറഞ്ഞിട്ട്, അതായത് പൂ മാത്രമുള്ളത് തന്നെ ഇവൻ അങ്ങടും ഇങ്ങടും ഒക്കെ കളഞ്ഞ് എന്തൊക്കെയോ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണുണ്ട് കഴിഞ്ഞപ്പോൾ പൂവൊക്കെ ഇങ്ങനെ കാണിച്ച് തരാറുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കണത് ഇങ്ങനെ കണ്ട് ശീലിച്ച കാരണം അവന് തന്നെ അറിയാം എങ്ങനെയൊക്കെ പോസ് ചെയ്യണം, എങ്ങനെയൊക്കെ നിൽക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അവന് തന്നെ അറിയാം. അങ്ങനെ പൂക്കളൊക്കെ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോണുവിനെയും ഏതപ്പനെയും വെച്ചിട്ട് ഈ പൂക്കളുടെ അടുത്ത് ഇരുത്തിയിട്ട് ഞാനൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് രണ്ടിനെയും അടുത്തെടുത്ത് ഇരുത്തിയതാണ്. കുറച്ച് നേരമൊക്കെ അടുത്തിരുന്നായിരുന്നു. വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഏതപ്പൻ ചേട്ടൻ അങ്ങ് സ്നേഹം മൂത്തിട്ട് ഒരൊറ്റ പിച്ചായിരുന്നു കേട്ടോ. ആ പിച്ചിൽ ഡോണു അങ്ങ് കരഞ്ഞ് ബഹളം വെച്ച അവസാനം ഞാൻ ആ വീഡിയോ ഒക്കെ നിർത്തി. ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എൻഡിങ് പോർഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഡോണുവിനെ പിച്ചണതും ഡോണു കിടന്ന് കരയണതും. അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പിള്ളേർക്ക് ഒരു ഒറ്റ തല്ല് കൊടുത്താൽ മതി എന്നുള്ളത്. 2 വയസ്സായിട്ടുള്ള കൊച്ചല്ലേ, അതിനെങ്ങനെ തല്ലാനാ? അതിനും അറിയില്ല. ഡോണു ആണെന്നുണ്ടെങ്കിൽ 11 മാസമായിട്ടുള്ളൂ, അതിനും അറിയില്ല. തല്ലി വളർത്തിയിട്ട് നമുക്ക് ഈ ഒരു പ്രായത്തിൽ തല്ലി വളർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം വളർത്താനായിട്ട്. ഓരോ വയസ്സിനും ഓരോ രീതിയാണല്ലോ. അങ്ങനെ തല്ലി വളർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയിട്ട്, എങ്ങനെ പിള്ളേരെ നമുക്ക് ഈ ഒരു കുഞ്ഞ് പ്രായത്തിൽ തന്നെ തല്ലാൻ തോന്നുക എന്നുള്ളത് ഓർത്തിട്ട് ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. അവർ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഞാൻ അത് കുറ്റമായിട്ട് പറഞ്ഞതൊന്നുമല്ല. പക്ഷേ പൊതുവെ കുഞ്ഞുങ്ങളെ തല്ലാതെ മാക്സിമം ഒരുപാട് ലാളിക്കല്ല, തെറ്റാണെന്നുണ്ടെങ്കിൽ അത് വാഗൊണ്ട് തിരുത്തി ഇങ്ങനെ വളർത്തിയെടുക്കാനാണ് മാക്സിമം എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പലർക്കും പല രീതിയായിരിക്കും, പല അഭിപ്രായങ്ങളായിരിക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഡോണു ആണെന്നുണ്ടെങ്കിൽ നല്ല കരച്ചിലല്ല വാശി. ചേട്ടൻ എടുക്കുന്നത് അനിയന് വേണം, അനിയൻ എടുക്കുന്നത് ചേട്ടന് വേണം. അങ്ങനെ അവരെയൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ഞാനും ഐശും കൂടി ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം മഴയില്ലാത്ത കാരണം 2 വീലറിലാണ് പോണത്. ഇപ്പം പോകുമ്പോൾ അങ്ങ് മഴയില്ല, വലിയ നല്ല കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കാലാവസ്ഥയുണ്ട്. അപ്പം ഞങ്ങളുടെ വഴി, അതായത് പുറത്തേക്കും പോട്ടെ, മെയിൻ റോഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് ചുറ്റിനും റബ്ബറും തോട്ടമാണ്. ഇതൊരു റബ്ബറും തോട്ടമാണ്. പിന്നെ ഇപ്പുറത്ത് കാണുന്നതും ഒരു റബ്ബറും തോട്ടമാണ് കേട്ടോ. ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബറും തോട്ടം റൗണ്ട് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ പുല്ലൊക്കെ ചെത്തിയ കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മാള, എൻ്റെ വീട് മാള കോട്ടമുറിക്കാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മാള ജംഗ്ഷൻ വരുന്നത്. ഇത് പോലീസ് സ്റ്റേഷൻ്റെ ഏരിയ ആണ്. പിന്നെ പിന്നെ അപ്പുറത്തേക്ക് വരുന്നതാണ് മാള ടൗൺ എന്ന് പറയുന്നത്. മാളക്കാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം കേട്ടോ.
അപ്പം ഞങ്ങൾ നേരെ പോണത് പാർലറിലേക്കാണ്. ജസ്റ്റ് ഐശുവിന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ച് വന്നതല്ല, തിരിച്ച് ഹെയർ സെറ്റ് ചെയ്തിട്ട് വന്നതാണ്. ബാക്കി കോലൊക്കെ ഞാനാണ് കേട്ടോ റെഡിയാക്കി കൊടുത്തത്. മേക്കപ്പും കാര്യങ്ങളും അതേപോലെ ഹെയർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ അവളുടെ കഴിഞ്ഞപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് 2 വീലറിലായിരുന്നു. പക്ഷേ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നല്ല എട്ടിൻ്റെ പണി കിട്ടി, നല്ല പോലെ മഴ പെയ്തു. ഇവളുടെ ഹെയർ ആണെങ്കിൽ അയേൺ ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. കൊച്ചിൻ്റെ ഹെയർ ശരിക്കും ഈ തലയുടെ ആ ഫ്രണ്ട് പോർഷനൊക്കെ നനഞ്ഞ് ആ ചെയ്ത ഭാഗങ്ങളൊക്കെ ആകെ അലമ്പായി പോയായിരുന്നു. അവൾ കരഞ്ഞു വിട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് ആകെ വിഷമമായിപ്പോയി. പിന്നെ എൻ്റെ കയ്യിൽ സ്ട്രെയിറ്റ്നർ ഉള്ള കാരണം അവൾക്ക് ഞാൻ അതൊന്ന് ഹീറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് ഫ്രണ്ട് പോർഷൻ മാത്രം അതൊന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും ആളുടെ മുഖമൊക്കെ ഒന്ന് ഡള്ളായിരുന്നു. പിന്നെ ഞാൻ അവളൊന്ന് ചിറപ്പാക്കി എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ റെഡി ആയിട്ട് അവളുടെ ഡാൻസൊക്കെ കണ്ടായിരുന്നില്ല, അത് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്ന് കളിച്ച് നോക്കിയതാണ്. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനീ കുടുംബം അടക്കം പോണേന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതായത് പപ്പ ഞങ്ങളെ ഇപ്പോൾ പപ്പ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നോട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയാണ്, സാഹചര്യമാണ്, മറ്റേ കൊണ്ടുപോകാൻ പറ്റാവുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ പപ്പ പറയും പോരേന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അവളെ അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈതപ്പനാണെന്നുണ്ടെങ്കിൽ അമ്മമ്മനെ സഹായിച്ചുകൊണ്ടിരിക്കുക. പയറൊക്കെ ഇങ്ങനെ പൊളിക്കാനായിട്ട് ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. ഞാൻ പോലും ഇത്ര നന്നായിട്ട് പൊളിക്കില്ല, ഭയങ്കര സൂക്ഷ്മതയോടാണ് പൊളിക്കുക. പക്ഷേ കൈമൊന്നും ആവാൻ പാടില്ല, ഭയങ്കര വൃത്തിയാണ്, അപ്പം തന്നെ കഴുകണം കേട്ടോ. അപ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് അവൻ ഓരോന്നും ചെയ്യുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് 2 പേരെ റെഡി ആക്കിയേക്കാണ്. ഇന്നാണെങ്കിൽ ചേട്ടനും അനിയനും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ് 2 പേർക്കും കാണാണ്ടിരിക്കാനും ഒന്നിനും പറ്റുന്നില്ല. പക്ഷേ കുറേ നേരം സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനും ഒരു പിച്ചുണ്ട്. ഇപ്പം അനിയനും അങ്ങോട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അനിയൻ ചില്ലറക്കാരനൊന്നുമല്ല, കാണുന്ന പോലെയൊന്നുമല്ല, ചേട്ടൻ്റെ മുടി പിടിച്ച് വലിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ചാച്ചൻ കൊണ്ടുവന്ന തൊപ്പിയാണ് കേട്ടോ, അത് വെച്ചിട്ട് അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര പോസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫേസിൽ കുരു കുറഞ്ഞോന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. ചെറുതായിട്ട് കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നതാണ്, പിന്നെയും കൂടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ആദ്യത്തേക്കാൾ നന്നായിട്ട് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഡോണാണെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ട് അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. പപ്പയാണെങ്കിൽ രാവിലത്തെ കുർബാനയ്ക്ക് പോയ കാരണം ഞാനും ഐശുവും അമ്മയും പിള്ളേരും കൂടിയാണ് വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകുന്നത്. അപ്പം ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാറ് വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്കൊരു ചലഞ്ചായിരുന്നു. എനിക്ക് പേടിയായിരുന്നു ഈ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ചാച്ചനുള്ളപ്പോൾ എനിക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ചാച്ചനുള്ളപ്പോൾ പറ്റിയില്ല. അത് കാരണം ഞാൻ ഓൾറെഡി ആ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഇത് ഡ്രൈവ് ചെയ്യണത് അതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഫ്രഷ് ആയിട്ടാണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ ഏതപ്പൻ്റെ കുറച്ച് ഫാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ കണ്ട് ഹായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഐശു ആണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതിൽ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ അപ്പച്ചനും അമ്മയാണ് കേട്ടോ. അതായത് എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും. എൻ്റെ അമ്മയുടെ അപ്പച്ചൻ മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ അപ്പച്ചൻ മരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, ഫാമിലി ഫോട്ടോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഐശു ആണെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ ഇങ്ങനെ പിന്നിൽ നിന്ന് കുറ്റം പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഞാൻ എൻ്റെ അനിയത്തിനെ പഠിക്കാനോ ജോലിക്കോ ഒന്നിനും വിടാണ്ട് എൻ്റെ വീഡിയോസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ വീട്ടിലിട്ടേക്കാമെന്നാണ് ചില ആളുകൾ പിന്നിൽ നിന്ന് കമൻ്റ് അടിക്കുന്നത്. അപ്പോൾ ആ ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് എൻ്റെ അനിയത്തി BA കംപ്ലീറ്റ് ആക്കിയതാണ്. അത് കഴിഞ്ഞ് അവൾ ലോജിസ്റ്റിക്സ് പഠിച്ചു. അവൾ അതിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി അവൾ പഠിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ വെറുതെ ഞാൻ ഇരുത്തിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ ചാച്ചനായാലും പറയുന്ന കാര്യം നമ്മൾ നേരിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇത് പറഞ്ഞു തീർക്കാം. ഇത് വേറൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെയിൻ പോലെയാണ് ഇത് പോണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അവരൊക്കെ
ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്ന വ്യക്തികളാണ്. അപ്പോൾ അത് ഞാനൊന്ന് ക്ലിയർ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഞാൻ അവളെ വീട്ടിൽ ചുമ്മാ ഇരുത്തിയൊക്കെയാണെന്ന് ആരും പറയല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഐഷ അമ്മയ്ക്ക് കൊടുത്ത സർപ്രൈസ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അമ്മയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് കുറച്ച് കളേഴ്സും കാര്യങ്ങളൊക്കെ കൂടി കൊടുക്കാനുണ്ട്. അതും കൂടി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയ ഭാഗ്യം. അപ്പോൾ ഏതപ്പനും ഡോണുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി കാണില്ലേ. അമ്മ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ണെടുക്കുന്നേ ഇല്ല. അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ ആകെ പറഞ്ഞൊരു തിരുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയുടെ ഹെയർ ഒന്നുകൂടി സെറ്റാക്കണമെന്നാണ് പറഞ്ഞത്. അമ്മ ഹെയർ എങ്ങനെ കിട്ടുമെന്നുള്ളത് അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റാക്കണമെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ എല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അതും കൂടി കളറും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ സെറ്റ് എന്നാണ് അമ്മ പറഞ്ഞത്. എന്തായാലും അമ്മയുടെ മുഖത്ത് ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ആ സന്തോഷത്തിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് ഇന്ന് മറ്റേ കപ്പയും ബീഫും അമ്മയും പപ്പയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കപ്പയും ബീഫും കൂടി കഴിച്ച് നിർവൃതി അടഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.